ഫ്രീ ബിയുടെ ആളാണ് ഡൽഹി മുഖ്യമന്ത്രി. ഞാൻ ആലോചിച്ച ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് സൗജന്യമായിട്ട് എടുത്ത് കൊടുക്കുന്നവരെ എന്താ വിളിക്കേണ്ടത്? എന്താ നിങ്ങൾക്ക് അടുത്ത ഇലക്ഷൻ ജയിക്കണം, നിങ്ങൾക്ക് നിങ്ങൾക്ക് വലിയ സംഭവമാക്കണം. എന്ത് സാമൂഹ്യ ബാധ്യത ഉള്ളവർക്ക് പൈസ എടുത്തോ? ഫ്രീ ബി ആർക്കോട്ട്? 2 രൂപയ്ക്ക് അരി, 1 രൂപയ്ക്ക് അരി. ഓ, ഭയങ്കര സംഭവമാണ്. നീ 1 രൂപയ്ക്ക് അരി കൊടുത്തെങ്കിൽ ഞാൻ 10 പൈസയ്ക്ക് അരി തരും. നീ സബ്സിഡി കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ബാങ്ക് വായ്പ എഴുതി തള്ളും. ഇതൊക്കെ വലിയ ഭരണ നേട്ടമായിട്ടാണ് പറയുന്നത്. ഇതൊന്നും ഭരണ നേട്ടമല്ല കേട്ടോ, ഇതൊക്കെ വലിയ കാപട്യങ്ങളാണ്. ഇപ്പം സ്ത്രീകളുടെ ഡൽഹി മെട്രോയിലും ഡൽഹിയിലെ ബസ്സുകളിലും സ്ത്രീകൾക്ക് പൈസ കൊടുക്കണ്ട ഒരാൾ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തുവിൻ്റെ അർത്ഥം? ആത്മാഭിമാനമുള്ള സ്ത്രീകൾ എന്താ പറയുക, നിങ്ങൾ പൈസ കൊടുക്കാതെ യാത്ര. പണ്ട് ഞങ്ങൾ സ്കൂളിൽ ഈ സ്റ്റുഡൻറ്റ് ടിക്കറ്റ് ST എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങോട്ട് കയറി കഴിഞ്ഞാൽ തന്നെ അവന്മാരുടെ നോട്ടോ പുച്ചോ ഈ 10 പൈസ എടുത്ത് കൊടുക്കുന്നു, ബാക്കിയുള്ളവർ 1 രൂപ 50 പൈസയൊക്കെ കൊടുക്കുന്നു. അപ്പം നമുക്ക് തന്നെ ഒരു വല്ലാതെ ഒരാളാണ് പറയുന്നു. പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ പൈസ ആരുടെ? നമ്മുടെ മാതാപിതാക്കളുടെ പൈസയാണ്. മാതാപിതാക്കൾക്ക് ചായ കുടിക്കണേ 50 പൈസ വേണം, അവർക്ക് വേറെ പലതും ചെയ്യണമെങ്കിൽ എല്ലാം പൈസ വേണം. പക്ഷെ അവർക്ക് പിള്ളേരുടെ ബസ് ചാർജ് മാത്രം കുറയ്ക്കണം. എന്തുവാ ഇത്? പോട്ടെ, അത് പിന്നെ സബ്സിഡി ആണെന്ന് വെക്കാം. ഈ സൗജന്യം എന്ന് പറഞ്ഞാൽ അതും പിള്ളേരാണെങ്കിലും വെക്കാം, അവർ ജോലിയൊന്നും ചെയ്യുന്നില്ല, വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാനാണെങ്കിലും പറയാം. ഈ സ്ത്രീകളുടെ മുഴുവൻ ടിക്കറ്റ് സൗജന്യമാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പം പുരുഷന്മാർക്ക് കൊടുത്താൽ പറ്റില്ലേ? അവരെന്താ 2ാം കെട്ടിലുണ്ടായതാണ്? അല്ല, എന്ത് മനസ്സിലാവുന്നേ ഇല്ല. ഇതുകൊണ്ടൊക്കെ എന്തോ പ്രയോജനം ഇതുകൊണ്ട് എനിക്ക് അടുത്ത ഇലക്ഷൻ ജയിക്കണം. ഞാൻ നോക്കുമ്പോൾ ഇത് ഭയങ്കര സംഭവമാണിത്. ഫ്രീ ബീസ് എവിടെയൊക്കെ ഏതൊക്കെ സമ്പദ് വ്യവസ്ഥയിൽ ഫ്രീ ബീസ് കൊടുത്ത് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ അത് ആ സമൂഹം അനുഭവിച്ചിട്ടുണ്ട്. ദർ ഇസ് നോ ഫ്രീ ലഞ്ച്, അങ്ങനൊരു സാധനമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ലഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിലവ് വഹിക്കുന്ന വേറെ പല ആൾക്കാരുടെ വീട്ടിലും വന്നിട്ടുണ്ടാവും. അല്ലാതെ സൗജന്യമായിട്ട് വിരുന്നില്ല. വേറെ പലതും അതിന് ചിലവുണ്ടാവും, ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് 10 പൈസ വെറുതെ തരണമെങ്കിൽ വേറെ എടുക്കേണ്ടി വരും. വേറെ എടുക്കുമ്പോൾ മറ്റേത് ചെയ്യാൻ പറ്റില്ല. എന്താണ് 1000 കോടി രൂപയിൽ അധികമാണ് വേണ്ടി വരുന്നത്. ഈ 1000 കോടി രൂപ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഡൽഹി ചെയ്യാൻ പറ്റും? സ്ത്രീകൾ പറഞ്ഞു അവർക്ക് സൗജന്യ ടിക്കറ്റ് കൊടുക്കണമെന്ന്. ഇതാണോ ഭരണ നേട്ടം? ഇതാണോ ഭരണപരിഷ്കാരം? ഇതാണ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലേക്ക് ആളുകൾ പറയുന്നത്. ആളുകൾക്ക് ഇങ്ങനെ ഉള്ളതിനുള്ളിൽ പിച്ചിക്കീരിലെ അമൃതാനന്ദമായി കൊടുക്കുന്നതാണ് കൊടുക്കുക, വീട്, അത് ഇത് കിട്ടുന്ന പൈസ. എനിക്ക് ദൈവമാണ്, ഞാനൊരു ദൈവമാണ്. ഒരു രാജ്യത്തോടോ സമൂഹത്തോടോ ഉത്തരവാദിത്വമുള്ള ആരും ഇത് ചെയ്യില്ല. അവർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആസൂത്രണം ചെയ്ത് അവർ സമൂഹത്തെയും സമ്പദ് വ്യവസ്ഥയും വളർത്താൻ ശ്രമിക്കും.